ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ചിക്കന് ഫില്ലിങ് വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. എന്നിട്ട് നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ അല്പം കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇപ്പോൾ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ ഒരു മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതുപോലെ ചെറുതായിട്ട് പിച്ചിയെടുത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചിക്കനിൽ ഉള്ളിയും മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഈ ഒരു സമയത്ത് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും മതി. നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഒട്ടിച്ചെടുക്കാൻ എടുത്തിട്ടുള്ളത് മൈദയും വെള്ളവും കൂടി ചേർത്തിട്ടുള്ള മിക്സാണ്. അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഫില്ല് ചെയ്യുന്നത് ഇതുപോലെയുള്ള ഷീറ്റിലാണ്. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഷീറ്റാണ് കേട്ടോ. നല്ല നൈസായിട്ടുള്ള ഷീറ്റാണ്, ഒട്ടും കട്ടിയില്ല. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ 2 ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇനി ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് 2 സൈഡും ഇതുപോലെ മടക്കിയതിന് ശേഷം നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മുടെ മൈദയുടെ പേസ്റ്റ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റോൾ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്നാലേ എല്ലാ ഭാഗത്തും ഒരുപോലെ കളറായിട്ട് വരുള്ളൂ. എന്നിട്ട് ഇതാ ഇതുപോലൊരു കളറായിട്ട് വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കി എടുത്തിട്ടുള്ള സ്പ്രിംഗ് റോൾ ഷീറ്റ് വെച്ചിട്ടുള്ള സ്പ്രിംഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്പ്രിംഗ് റോളാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.